ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഇരുമ്പമ്പുളി അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് ഇരുമ്പമ്പുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി തന്നാണേ. അപ്പോൾ അത് നമ്മൾ അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ ആ ഇരുമ്പമ്പുളി നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് തുടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് തുടച്ചും കൂടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഈർപ്പം പോകുമല്ലോ. പിന്നെ നമ്മളത് മൂന്നായിട്ട് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തു. എല്ലാം ഒരേ കനത്തിൽ, ഏകദേശം ഒരേ കനത്തിൽ മൂന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റ് അങ്ങനെ അടച്ച് വെച്ചേക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടുന്ന നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് അപ്പോഴത്തേക്ക് നന്നാക്കി എടുക്കാം. അങ്ങനെ ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയതായതുകൊണ്ടാണ് കേട്ടോ അത്ര എടുത്തത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ട് അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. അപ്പം ഞാൻ അത് ഒക്കെ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ആ സമയത്തിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുകും ഇട്ട്, കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഇരുമ്പമ്പുളി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ എന്താ പറയുക, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇരുമ്പമ്പുളി. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചയായിട്ട് അങ്ങനെ കിടക്കുമ്പോൾ ഈ അച്ചാറിന് തന്നെ വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് അവിടെ ഇരുന്ന് ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടുന്ന മറ്റു പൊടികളൊക്കെ തയ്യാറാക്കാം. അതിന് കായവും ഉലുവയുടെ പൊടി വേണം. അപ്പോൾ ഇവിടെ അതില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കായവും ഉലുവയും ഒന്ന് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് വറുത്തൊന്ന് പൊടിച്ചെടുത്ത് പിന്നെ ബാക്കി നമുക്ക് വേണ്ട ബാക്കി പൊടികളൊന്ന് വറുത്തെടുക്കുക. അതിന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തേക്കണേ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കുക. ആ വറുത്തെടുത്ത മിക്സ് നമ്മൾ ഈ വഴണ്ട് വന്നേക്കുന്ന ഇരുമ്പമ്പുളീൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ നമ്മൾ എടുത്തേക്കുന്ന മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ അതും പിന്നെ നമ്മൾ കായം പൊടിച്ച് വെച്ച ആ പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ഇരുമ്പമ്പുളിയിലേക്ക് അത് നന്നായിട്ട് മിക്സ് ആവുന്ന പോലെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി അല്ലാണ്ട് വേണമെങ്കിൽ മറ്റേ സാധാ മുളക് പൊടി ഉണ്ടല്ലോ എരിവുള്ള അത് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ അപ്പോൾ അതനുസരിച്ച് എരിവ് അനുസരിച്ച് ചേർത്താൽ മതി. ഇത്രയും ചേർക്കണമെന്നില്ലേ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വിനിഗറും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഒരാഴ്ചയൊക്കെ നിൽക്കുമല്ലോ ഇത്, അതുകൊണ്ടാണ് കുറച്ച് വിനിഗറും കൂടെ ഒഴിച്ച് വെച്ചേക്കുന്നത്. പിന്നെ നല്ല ലൂസായിട്ട് കുറച്ച് ചാറൊക്കെ വേണമെന്നുള്ളവർക്ക് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവേ. പിന്നെ നമുക്കിവിടെ അത്ര അങ്ങനെ വേണ്ട, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കുറച്ച് നേരം കൂടി ഒന്ന് അടുപ്പത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ടേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.